Hi students, in this video we discuss about our fourth module Laplace transform. Let f of t be a function defined for all t greater than or equal to 0. Then its Laplace transform is denoted by L of f of t, that is equal to f of s, is defined as integral 0 to infinity e raised to minus st f of t dt. Laplace transform of a function f of t is defined as integral 0 to infinity e raised to minus st f of t dt. Our given function is a function of t and the transformed function is a function of s. Given function is always denoted by small letters and the transformed function is denoted by capital letter. Okay, L of f of t equal to Laplace transform of a function equal to integral 0 to infinity e raised to minus st f of t dt. These are some basic Laplace transforms. Okay, first one is L of 1 is 1 by s, L of t equal to 1 by s square. In general, L of t raised to n equal to n factorial by s raised to n plus 1. ഈ ബേസിക് ലാപ്ലാസ് ട്രാൻസ്ഫോമെല്ലാം ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇത് യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. എൽ ഓഫ് ടി റേസ് ടു എൻ, ടിയുടെ പവർ എന്തും ആകട്ടെ 3, 4 എന്ത് വന്നാലും എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. നെക്സ്റ്റ് ഈസ് എൽ ഓഫ് ഇ റേസ് ടു എ ടി. എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈസ് 1 ബൈ എസ് മൈനസ് എ. ഇ റേസ് ടു എ ടി ഈസ് 1 ബൈ എസ് മൈനസ് എ. നെക്സ്റ്റ് ഈസ് എൽ ഓഫ് സൈൻ ഒമേഗ ടി equal to omega by s square plus omega square. Sin omega t എന്ന് പറഞ്ഞാൽ ടിയുടെ കോഎഫിഷ്യൻറ്റ് omega by s square plus omega square. Next is L of cos omega t. L of cos omega t equal to s by s square plus omega square. L of sin omega t ആണെങ്കിൽ omega by s square plus omega square. Cos omega t ആണെങ്കിൽ s by s square plus omega square. Next is hyperbolic functions. L of sin h a t equal to a by s square minus a square. L of sin h a t is a by s square minus a square. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ എന്തായി മൈനസ് ആയി. ഒമേഗ എ അത് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ലെറ്റർ എ, ഇവിടെ ഒമേഗ എന്നും ഇവിടുത്തെ കോൺസ്റ്റൻസ് എന്താണ് എ ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഇസ് എൽ ഓഫ് കോസ് എച്ച് എ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എൽ ഓഫ് കോസ് എച്ച് എ ടി ഈസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം ഈ 8 ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, sin square 3t. Find the Laplace transform of sin square 3t. നമ്മൾക്ക് ആരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് അറിയുന്നത്? എൽ ഓഫ് സൈൻ എ ടി അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി അറിയാം. എന്താണ്? ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പം ഇവിടെ എന്താണ് വന്നത്? സൈൻ സ്ക്വയർ 3t ആണ്. സൈൻ്റെ പവറിൽ വരുമ്പം നമ്മൾ സൈൻ സ്ക്വയർ 3tയെ നമുക്ക് സൈൻ സ്ക്വയർ ടിയെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 മൈനസ് കോസ് 2t ബൈ 2. അപ്പോൾ സൈൻ സ്ക്വയർ ടി കോസ് സ്ക്വയർ ടി അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിനെ നമുക്ക് 2 ആംഗിളിലോട്ട് ചേഞ്ച് ചെയ്യണം. 1 മൈനസ് കോസ് 2t ബൈ 2. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കോസ് സ്ക്വയർ ടി ആണ് വരുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്തിട്ട് ചെയ്യണം? 1 പ്ലസ് കോസ് 2t യൂസ് ചെയ്തിട്ട് ചെയ്യണം. 1 പ്ലസ് കോസ് 2t ബൈ 2. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ ടി ആയതുകൊണ്ട് 1 മൈനസ് കോസ് 2t ബൈ 2. സൈൻ സ്ക്വയർ ടി ആണെങ്കിൽ 1 മൈനസ് കോസ് 2t. ഹിയർ എന്താണ്? നമുക്ക് സൈൻ സ്ക്വയർ 3t ആണ്. അപ്പം L of, we have to find L of sin square 3t. L of sin square 3t equal to L of 1 minus sin square t ആയപ്പം cos 2t. അപ്പം sin square 3t ആകുമ്പം എന്ത് ചെയ്യണം? ആംഗിള് ഇവിടുത്തെ ആംഗിളിൻ്റെ 2 ടൈംസ് ആണ്. അപ്പം 3 into 2t വരും. ഓക്കെ, ബൈ 2. സൈൻ ടി ആയിരുന്നപ്പോൾ കോസ് 2t വന്നു. അപ്പോൾ സൈൻ 3t ആകുമ്പോൾ കോസ് 6t വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് 1 മൈനസ് കോസ് 6t ബൈ
2. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അറിയാലോ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്തായിരുന്നു? ലീനിയാരിറ്റി പ്രോപ്പർട്ടി that is L of some constant into f of t plus some constant into g of t നമുക്ക് എന്താണെന്ന് എഴുതാൻ പറ്റും? a into L of f of t plus b into L of g of t. a into L of f of t plus b into g of t. അതായത് കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് എടുത്തിട്ട് ഫംഗ്ഷൻ ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ കോൺസ്റ്റൻറ്റ് ആരുണ്ട്? 1/2 കോൺസ്റ്റൻറ്റ് എടുക്കാമല്ലോ. 1/2 ഇൻറ്റു L of 1 മൈനസ് L of cos 60. That is equal to 1/2 into what is L of 1? L of 1 equal to 1/s and L of cos omega t s by s square plus omega square. Therefore 1/s minus cos 60 about s by s square plus 6 square. Okay, it is equal to 1/2 into cross multiply എന്ത് കിട്ടും? s square plus 6 square 36 minus s into s. s square by x square plus 36 into s. Okay, s square cancel ആവും. എന്ത് കിട്ടും? 36 by 2s into s square plus 36. That is equal to 36 2 cancel ചെയ്യുമ്പോൾ 18 by s into s square plus 36. Okay, then sin square t. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സൈൻ ഒമേഗ ടി ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്ത് ഇവിടെ സൈൻ സ്ക്വയർ സൈൻ ക്യൂബ് ഒക്കെ വരുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സൈൻ സ്ക്വയർ വരുവാണെങ്കിൽ 2 ആംഗിളിലും, മറ്റേത് സൈൻ ക്യൂബ് ആണെങ്കിൽ സൈൻ 3 തീറ്റയുടെ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഓഫ് എ ടി പ്ലസ് ബി. സൈൻ ഓഫ് എ ടി പ്ലസ് ബി. സൈൻ ഓഫ് എ ടി പ്ലസ് ബി എങ്ങനെ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ സൈൻ ഓഫ് എ പ്ലസ് ബി എന്താണെന്ന് നോക്കും. സൈൻ ഓഫ് എ പ്ലസ് ബി എന്താ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ ക്വസ്റ്റ്യനിൽ സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലെങ്കിൽ എന്ത് വരാം? സൈൻ ഓഫ് എ മൈനസ് ബി വരാം. സൈൻ ഓഫ് എ മൈനസ് ബി വന്നു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട്? സൈൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി, സൈൻ ഓഫ് എ മൈനസ് ബി, പിന്നെ എന്ത് വരാം? കോസ് ഓഫ് എ പ്ലസ് ബി. കോസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് ഓഫ് എ മൈനസ് ബി ആണെങ്കിൽ എന്ത് വരും? സൈൻ എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യനിൽ വരാം. സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോമിൽ വരാം, സൈൻ ഓഫ് എ മൈനസ് ബി ആകാം, കോസ് ഓഫ് എ പ്ലസ് ബി ആവാം, കോസ് ഓഫ് എ മൈനസ് ബി ആവാം. അപ്പം ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫംഗ്ഷനെ ചേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, നമുക്കിവിടെ ആരെയാണ് വേണ്ടുന്നത്? എൽ ഓഫ് സൈൻ എ ടി പ്ലസ് ബി. എൽ ഓഫ് സൈൻ എ ടി പ്ലസ് ബി. അപ്പോൾ നമ്മുടെ സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഹിയർ എ എന്ന് പറയുന്നത് എ ടിയും ബി എന്ന് പറയുന്നത് ബിയും. സൈൻ ഓഫ് എ ടി പ്ലസ് ബി എന്ത് വരും? സൈൻ എ ടി കോസ് ബി പ്ലസ് കോസ് എ ടി സൈൻ ബി. എൽ ഓഫ് ഉണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. എൽ ഓഫ് സൈൻ എ ടി കോസ് ബിയിൽ കോൺസ്റ്റൻ്റ് ആരാണ്? കോസ് ബി. കോസ് ബി ഇൻറ്റു എൽ ഓഫ് സൈൻ എ ടി പ്ലസ് ഹിയർ കോൺസ്റ്റൻ്റ് സൈൻ ബി. ടി ഇല്ലാത്ത ഫംഗ്ഷനാണ് കോൺസ്റ്റൻ്റ്. എൽ ഓഫ് കോസ് എ ടി ദറ്റ് ഈസ് ഈക്വൽ ടു കോസ് ബി ഇൻറ്റു what is L of sin 80? എന്താ? L of sin 80 equal to
എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും എൽ ഓഫ് കോസ് എ ടി എന്ത് വരും എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും. എല്ലാ പ്രോബ്ലംസും ചെയ്യുമ്പോഴും റിസൾട്ട് നോട്ട് ചെയ്ത് പോവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സൈൻ ബി ഇൻറ്റു എസ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സെയിം ഡിനോമിനേറ്റർ ആണല്ലോ, ആരാണ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പം എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അപ്പോൾ എ കോസ് ബി പ്ലസ് എസ് സൈൻ ബി. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ സൈൻ ഓഫ് എ ടി പ്ലസ് ബി ആണ്. ഇതുപോലെ നിങ്ങൾക്ക് സൈൻ ഓഫ് എ ടി മൈനസ് ബിയോ എന്ത് കോസ് ഓഫ് എ ടി പ്ലസ് ബിയോ കോസ് ഓഫ് എ ടി മൈനസ് ബിയോ, അപ്പം ഏത് വന്നാലും ഈ ഫോമുല യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൽ ഓഫ് സൈൻ ടി കോസ് ടി. ഇവിടെ സൈൻ ടി പ്ലസ് കോസ് ടി ആയിരുന്നെങ്കിൽ നമുക്ക് എൽ ഓഫ് സൈൻ ടി പ്ലസ് എൽ ഓഫ് കോസ് ടി എന്ന് എഴുതാമായിരുന്നു. ഇവിടെ പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് അറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു എന്താണ് സൈൻ 2 തീറ്റയാണ്. ദെൻ സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 1/2 സൈൻ 2 തീറ്റ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താണ് എൽ ഓഫ് സൈൻ ടി കോസ് ടി. എൽ ഓഫ് സൈൻ ടി കോസ് ടി ഈക്വൽ ടു എൽ ഓഫ് 1/2 sin 2t. that is equal to 1/2 L of sin 2t. എന്തായിരുന്നു L of sin omega t equal to omega by s square plus omega square. Here omega is 2, omega or a constant is equal to 1/2 2 by s square plus 2 square, that is equal to 1 by s square plus 2 square 4, 1 by s square plus 4. L of cos t sin t equal to 1 by s square plus 4. Next question, L of sin 3t sin 2t. L of sin 3t sin 2t. നമ്മൾ എന്ത് ചെയ്യണം? sin a cos b sin a sin b. നമുക്കറിയാം 2 sin a sin b എന്താണ്? ഇവിടെ പ്രോഡക്റ്റ് ഓഫ് 2 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്. ഇത് സം ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 2 sin a cos b ഈക്വൽ ടു എന്തായിരുന്നു റിസൾട്ട്? cos ഓഫ് a മൈനസ് b മൈനസ് cos ഓഫ് a പ്ലസ് b. cos ഓഫ് a മൈനസ് b മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ സൈൻ എ സൈൻ ബി വരാം, പിന്നെ എന്ത് വരാം? 2 കോസ് എ കോസ് ബി വരാം. 2 കോസ് എ കോസ് ബി ആണെങ്കിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി. കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി. നെക്സ്റ്റ് എന്ത് വരാം? 2 സൈൻ എ കോസ് ബി. 2 സൈൻ എ കോസ് ബി ആണെങ്കിൽ sin of a plus b plus sin of a minus b. Okay, next 2 cos a sin b ഫോമിലാണെങ്കിലോ sin of a plus b minus sin of a minus b. ഇപ്പം നേരത്തെ നമ്മൾ ഫോമുലാസ് പഠിച്ചതുപോലെ ഇത് 4 എണ്ണം നോക്കി വെക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും വരാം. 2 sin a sin b യുടെ ഫോമിൽ വരാം, 2 cos a cos b യുടെ ഫോമിൽ വരാം, 2 sin a cos b, 2 cos a sin b. ഓക്കെ, അപ്പോൾ 2 sin a sin b ആണെങ്കിൽ cos of a minus b minus cos of a plus b. 2 cos a cos b ആണെങ്കിൽ cos of a plus b plus cos of a minus b. 2 sin a cos b ആണെങ്കിൽ sin of a plus b plus sin of a minus b. 2 cos a sin b ആണെങ്കിൽ sin of a plus b minus sin of a minus b. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നതാണ്. പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങളിപ്പോൾ ഡയറക്റ്റ് എല്ലോ സൈൻ 3t ഇൻറ്റു എല്ലോ സൈൻ 2t എന്നൊന്നും എഴുതരുത്. അപ്പം ഈ ഫോമുലാസ് അപ്ലൈ ചെയ്തിട്ട് അതിനെ സമ്മോ ഡിഫറൻസോ ആക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എല്ലോ സൈൻ 3t സൈൻ 2t. ഹിയർ എ എന്ന് പറയുന്നത് എന്താണ്? 3t. ബി എന്താണ്? 2t. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സൈൻ എ സൈൻ ബി 2 സൈൻ എ സൈൻ ബി ആണ് റിസൾട്ട്. അപ്പം സൈൻ എ സൈൻ ബി ആകുമ്പോൾ എന്ത് വരും? 1/2 വരില്ലേ? 1/2 ഇൻറ്റു
L of 1/2 into cos of a minus b. Cos a is 3t minus 2t minus cos of a plus b, 3t plus 2t. That is equal to 1/2 into L of cos 3t minus 2t cos t minus L of cos 3t plus 2t cos 5t. That is equal to L of cos എന്തായിരുന്നു s by s square plus a square. അപ്പം 1/2 s by s square plus here a coefficient of t 1 minus s by s square plus 5 square. A is 5 square. That is equal to s in common എടുക്കാം s by 2 into 1 by s square plus 1 minus 1 by s square plus 25. Cross multiply അല്ലോ. അപ്പം s by 2 into s square plus 25 minus s square minus 1. Okay. By s square plus 1 into s square plus 25. S square cancel ആവും. s by 2 into 25 minus 1 24 by s square plus 1 into s square plus 25. Cancel ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 12s by s square plus 1 into s square plus 25. 12s by s square plus 1 into s square plus 25. Okay. Next question. Find the Laplace transform of L of sin h cube 2t. നമ്മൾ നേരത്തെ sin square t ചെയ്തു. അതുപോലെ നമുക്ക് sin h cube 2t. അപ്പോൾ sin h cube 2t വരാം, അല്ലെങ്കിൽ sin cube വരാം, sin cube at, സം at, sin h cube at, അല്ലെങ്കിൽ cos cube at, cos h cube at. അപ്പം ഇതെല്ലാം വരുവാണെങ്കിൽ നമ്മൾ 3 ആംഗിളുടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടുന്നത്. അതായത് നമുക്കറിയാം സൈൻ 3 തീറ്റ എന്താണ്? സൈൻ 3 തീറ്റ ഈക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. സൈൻ 3 തീറ്റ ഈസ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പം ഓക്കെ, ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആരെ ഫൈൻഡ് ചെയ്യുക? സൈൻ ക്യൂബ് തീറ്റ. ഓക്കെ, നെക്സ്റ്റ് കോസ് 3 തീറ്റ ഈക്വൽ ടു 4 cos cube theta minus 3 cos theta. 4 cos cube theta minus 3 cos theta. Cos 3 theta equal to 4 cos cube theta minus 3 cos theta. ഇനി അതുപോലെ നമ്മുടെ ഹൈപ്പർബോളിക്കിന് ഇതേപോലെ റിസൾട്ട് ഉള്ളതുകൊണ്ട് സൈൻ h3 തീറ്റ ഈക്വൽ ടു 3 സൈൻ h തീറ്റ പ്ലസ് 4 സൈൻ h ക്യൂബ് തീറ്റ. സൈൻ h3 തീറ്റ ഈക്വൽ ടു 3 സൈൻ h തീറ്റ പ്ലസ് 4 സൈൻ h ക്യൂബ് തീറ്റ. ഓൾസോ കോസ് h3 തീറ്റ ഈക്വൽ ടു 4 കോസ് h ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് h തീറ്റ. ഓക്കെ, 4 കോസ് h ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് h തീറ്റ. അപ്പോൾ ഈ 4 റിസൾട്ട് നോക്കി വെക്കുക. ഈ 4 റിസൾട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ക്യൂബ് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ചെയ്യാം, സൈൻ എച്ച് ക്യൂബ് ആണെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം, കോസ് ക്യൂബ് ആണെങ്കിൽ ഇത്, കോസ് എച്ച് ക്യൂബ് ആണെങ്കിൽ ഇത്. ഓക്കെ, അപ്പം ഒരേ മോഡൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. ഡിഫറെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സൈൻ 3 തീറ്റ, കോസ് 3 തീറ്റ, സൈൻ എച്ച് 3 തീറ്റ, കോസ് എച്ച് 3 തീറ്റ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് വേണ്ടുന്നത് സൈൻ എച്ച് ക്യൂബ് 2t ആണ് അല്ലേ? സൈൻ എച്ച് ക്യൂബ് 2t. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് സൈൻ എച്ച് ക്യൂബ് തീറ്റ എന്താണെന്ന് നോക്കാം. അപ്പോൾ 4 സൈൻ എച്ച് ക്യൂബ് തീറ്റ ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? സൈൻ എച്ച് 3 തീറ്റ മൈനസ് 3 സൈൻ എച്ച് തീറ്റ.
4 sin h cube theta equal to sin h3 theta minus 3 sin h theta. Then that sin h cube theta equal to 1 by 4 into sin h3 theta minus 3 sin h theta. Sin h cube theta equal to 1 by 4 sin h3 theta minus 3 sin h theta. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടുന്നത്? സൈൻ എച്ച് ക്യൂബ് 2t ആണ്. അപ്പോൾ എന്താകും? 1 by 4 സൈൻ എച്ച് തീറ്റ ആയപ്പം 3 തീറ്റയായി. അപ്പോൾ 2t ആകുമ്പം 2 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടേ. 2 into 3 6t minus 3 സൈൻ എച്ച് തീറ്റ ആയപ്പം തീറ്റയായി. ഇപ്പോൾ 2t ആകുമ്പോൾ 2t. ഓക്കെ. Then L of sin h cube 2t equal to 1 by 4 into L of sin h 6t minus 3 into L of sin h 2t. Okay. You know L of sin h 8 equal to a by എന്ത് വരും? a square minus a square minus a square. ഇവിടെ അപ്ലൈ ചെയ്യാം. It is equal to 1 by 4 into here a sin h 60 a 6 by a square minus 6 square minus 3 into sin h 2t a 2 by a square minus 2 square. Okay, that is equal to 6 outside kalvida 6 അപ്പം 6 by 4 into 1 by a square minus 36 minus 1 by a square minus 4. That is equal to cross multiply ചെയ്യുമ്പം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 by 2 ആകുമല്ലോ. 6 by 4 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ഡിനോമിനേറ്ററിൽ 2 a square minus 4 minus a square plus 36 by a square minus 36 into a square minus 4. That is equal to a square cancel. 36 minus 4 വരുമ്പോൾ എന്താകും? 32 by a square minus 36 into a square minus 4. That is equal to 48 by a square minus 36 into a square minus 4. Okay. Then h cube വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? സൈൻ എച്ച് ക്യൂബ് 2t വന്നപ്പോൾ 4 സൈൻ എച്ച് ക്യൂബ് തീറ്റ എഴുതിയിട്ട് സൈൻ എച്ച് ക്യൂബ് തീറ്റ എന്താണെന്ന് ഫൈൻഡ് ചെയ്ത്. അതുപോലെ സൈൻ എച്ച് ക്യൂബ് 2t വരാം, സൈൻ കോസ് എച്ച് ക്യൂബ് 2t വരാം, സൈൻ ക്യൂബ് 2t കോസ് ക്യൂബ് 2t എന്ത് വന്നാലും ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. Okay.